അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നമ്മളെ സാംസ്കാരിക പരിപാടികളും മറ്റ് പരിപാടികളും ഏകദേശം ആസൂത്രണം ചെയ്ത് അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുടുംബ സംഗമത്തിന്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച മാതിരി 2018 ഡിസംബർ 26-നായിരുന്നു, അതായത് ഏകദേശം 5.5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മൾ ഇതുപോലെ നമ്മളെ 9 ശാഖകളുടെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു കുടുംബസംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച മാതിരി കോവിഡുകളും അതുപോലെ പ്രളയങ്ങളും ഒക്കെ കടന്നുപോയി. കൂട്ടത്തില് നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരും നമ്മിൽ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യും എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പരസ്പരം കാണുമ്പോൾ നമുക്ക് ഇനി കൂടിച്ചേരണ്ടേ എന്നുള്ളൊരു ആശയം വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മൾ ആദ്യമായിട്ടൊരു കുടുംബയോഗം കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കുടുംബസംഗമം നടത്താന്നുള്ളൊരു തീരുമാനം എടുത്തു. പക്ഷേ നമ്മൾ ദിവസം കണ്ടിരുന്നത് മെയ് മാസം 14-ാം തീയതിയായിരുന്നു. അപ്പൊ ഈ ജനുവരി മാസം ഫെബ്രുവരി മാസം ഒക്കെ ആയപ്പോ നമ്മളെ നോമ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്ന് ആലോചിച്ചു. പക്ഷെ മെയ് 14 എന്നുള്ളൊരു ഡേറ്റ് വന്നപ്പോൾ അത് ഭയങ്കരമായ ചൂട്, നമുക്കൊക്കെ അറിയാം. ഈ ചൂട് കാലത്ത് നമുക്ക് പരിപാടി നടത്തുന്നതിന് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടു. അങ്ങനെയാണ് നമ്മൾ ഈ മെയ് 28 എന്നുള്ള ഡേറ്റിലേക്ക് എത്തിയത്. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും നല്ല രീതിയിൽ നമ്മളെ എല്ലാ കുടുംബാംഗങ്ങളും ഈ പറഞ്ഞ 9 ശാഖയിലുള്ള ആൾക്കാരും 3-4 തവണയിലധികം കുടുംബ മീറ്റിങ്ങുകൾ കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചിത്രം മെയ് 28 തന്നെ തുടങ്ങാമെന്നുള്ള ഒരു ചിത്രം നമ്മൾ തയ്യാറാക്കുകയും ചെയ്തു. നമ്മളൊക്കെ കുടുംബക്കാരണവന്മാരുടെയൊക്കെ ആശീർവാദത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നമ്മളുടെ ഇടയിലുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഈ കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബ സംഗമത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മളുടെ ഈ പരിപാടിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ നമ്മളെ ഈ ചടങ്ങിനെ കുറിച്ച് ചെറിയൊരു വിവരണം. അതായത് നമ്മളിപ്പോ തുടക്കത്തിലുള്ള ഖിറാഅത്ത് കഴിഞ്ഞു, കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകളും കഴിഞ്ഞു. ഇനി നമ്മളെ സ്വാഗതം അതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അതിന്റെ അധ്യക്ഷൻ, ഉദ്ഘാടനം, അങ്ങനെയുള്ള ഇതിലെ വേണ്ടപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷം ഈ നമ്മളെ 9 കുടുംബാംഗങ്ങളിലെ ഓരോ പ്രതിനിധികൾ നമ്മൾ ഈ ആശംസകൾ അർപ്പിച്ചു. അതിനുശേഷം നമ്മളെ കുട്ടികൾക്കുള്ള കലാപരിപാടികളും, അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നതാണല്ലോ എൻ്റെ കർത്തവ്യം. അപ്പൊ അതിലേക്ക് നമ്മളെ കൂട്ടാടുത്ത മൂത്താപ്പ മരണപ്പെട്ടതിന് ശേഷം നമ്മളെ ഈ കുടുംബ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് നമ്മളെ കുന്നത്തിയാലിലെ മൂത്താപ്പയാണ്. അതുപോലെ വൈസ് ചെയർമാൻ ആയിട്ടുള്ളത് ഖാലിദ് കയ്യും അതുപോലെ മടത്തിൽ കരീം കയ്യാണ്. അവരെല്ലാവരും നമ്മൾ ഈ പരിപാടിയുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ എങ്ങനെ നടത്തണം എന്നുള്ള പ്ലാനിങ്ങിൽ വളരെ സജീവമായിട്ട് നമ്മളോടൊപ്പം നിന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഇതിന്റെ അധ്യക്ഷം വഹിക്കുന്ന ഖാലിദ് കയെ ഔപചാരികതയുടെ പേരിൽ കുടുംബത്തിന് വേണ്ടി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളെ കുന്നത്തിയാലിലെ മൂത്താപ്പയും നമ്മളെ കുടുംബ കമ്മിറ്റിയുടെ കുടുംബത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന, അതായത് എറക്കോടൻ കുടുംബത്തിന്റെ തന്നെ നമ്മളെ ഏറ്റവും എന്താ പറയാ ഒരു സെൻട്രൽ പോയിന്റ് ആണല്ലോ കൂളിമാട്. അതായത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് കൂളിമാട്. നമ്മളെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മളുടെ കുടുംബത്തിലെ ഈ നേരത്തെ സൂചിപ്പിച്ച എറക്കോടൻ കളത്തിൽ ചെറിയ മോയിൻ ഹാജിയുടെ മൂത്ത മകനായ മുഹമ്മദ് അല്ലെങ്കിൽ എൻ്റെ മൂത്താപ്പ അവരുടെ മൂത്ത മകനാണ്.
ഗഫൂർ കാക്ക നമ്മളുടെ സജീവ സാന്നിധ്യത്തോടു കൂടി നമ്മളുടെ ഓരോ മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും നമ്മളുടെ ഒരു കാരണസ്ഥാനത്ത് തന്നെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ഗഫൂർ കാക്കയെ നമ്മൾ ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മൾ KC ഇസ്മായിലി കാക്ക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മാനോടിക്കൽ കുടുംബത്തിലെ മൂത്താപ്പൻ മൊയ്തീൻ മൂത്താപ്പൻ്റെ മൂത്ത മകൻ നമ്മൾ ഇന്നത്തെ സമ്മാനദാന പരിപാടികൾ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മൾ KC ഇസ്മായിലി കാക്കയാണ്. ഇസ്മായിലി കാക്ക വേദിയിലുണ്ട്. ഇസ്മായിലി കാക്കനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ എറക്കോട്ട് മുഹമ്മദ് കുടുംബത്തിലുള്ള നമ്മളെ കരിങ്കാളിക്കാവിലെ അബു മൂത്താപ്പയും ഇതുപോലെ തന്നെ എപ്പോഴും കൂളിമാടുന്ന് കാണുമ്പോൾ എടാ നമുക്കൊന്ന് കൂടണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിയോട് വളരെയധികം താല്പര്യം കാണിച്ച് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നിട്ടുള്ള ആളാണ് മൂത്താപ്പനെയും ഈ കുടുംബ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മളെ പുളിയത്തുങ്കൽ അമ്മായി കാക്ക, പിന്നെ അതേമാതിരി കൊടിയത്തൂർ അമ്മായി കാക്ക, അതുപോലെ നമ്മളെ അമ്പലപ്പറ്റ കോമോയിൻ ഹാജി, നമ്മളെ ഇവിടെയുള്ള അതായത് കൂളിമാട് കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നമ്മളെ അമ്പലപ്പറ്റ കുടുംബത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മുനീർ മാഷ് പോലെയുള്ള നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിൽ ഇനി താഴെ നമ്മളെ ഈ വേദിയിലല്ലാതെ സദസ്സിലിരിക്കുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്, അമ്മമാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലത്തീഫ് അളിയൻ, എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാർക്ക് തുല്യമായിട്ടുള്ള എൻ്റെ അമ്മായിമാർ എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കാലിദ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുള്ള കാരണന്മാരെ, ബന്ധുക്കളെ, സമയം വളരെ കറക്റ്റാണ് നമ്മൾ തുടങ്ങിയത്. 9:50 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വളരെ കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് അധ്യക്ഷൻ്റെ പ്രസംഗം ഞാൻ അവസാനത്തിലേക്ക് മാറ്റാം. ഉദ്ഘാടന സെഷൻ തുടങ്ങാം നമുക്ക്. അതിന് മൊയ്തീൻ മിച്ചാപ്പെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ. അസ്സലാമു അലൈക്കും. ആളുകൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നമ്മുടെ കുടുംബസംഗമം എത്രയും വിജയ രീതിയിൽ നടത്താൻ വേണ്ടി ഇതിലുള്ള ചെറുപ്പക്കാർ അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായി സംഗമത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, കുടുംബസംഗമം നടത്തി എന്നതുകൊണ്ട് മാത്രം നമ്മളെ പരിപാടി പൂർത്തീകരിക്കുന്നില്ല. ഈ കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന ഐക്യവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് പോകാൻ നാമൊക്കെ എന്ത് ചെയ്തുവെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചില്ലറ കാര്യങ്ങൾക്ക് പിണങ്ങിയും മാറിയും നിൽക്കുന്ന സ്വാഭാവികമായ സംഭവം നമ്മളെ ഇടയിലുണ്ട്. അതില്ലാതാക്കാൻ എന്തൊക്കെ കഴിയും അവനവന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. പൂർണ്ണമാവും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറേയൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതും അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാവുന്നതുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ കാര്യമായ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. എന്നാലും ചെറിയതൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറിയിട്ട് പൂർണ്ണ ഐക്യത്തോടു കൂടി ഒരു കുടുംബം എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു എന്ന് നാം സ്വയം മനസ്സുകൊണ്ട് ആലോചിച്ചാൽ നമുക്ക് കിട്ടും നമ്മളൊന്നും ചെയ്തില്ല, അതല്ലെങ്കിൽ കുറച്ചൊക്കെ ചെയ്തു. ആ ചെയ്യൽ പൂർണ്ണമായി ചെയ്തുകൊണ്ട് തമ്മിൽ പല ആളുകളും ഈ സദസ്സിലുള്ളവർ തന്നെ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. ആ അറിയാത്തതിൻ്റെ കാരണം ഇത്തരം കാര്യങ്ങളിലും വേറുള്ള കാര്യങ്ങളിലൊന്നും പൂർണ്ണമായി ബന്ധപ്പെടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായി കുടുംബം ഐക്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.